ഇപ്പോൾ മലയാളികളെല്ലാവരും ജയറാമിൻ്റെ അഭിമുഖമാണ് കാണുന്നത്. അതിൽ ജയറാം കാളിദാസിനെക്കുറിച്ച് പറയുന്ന ചില വാക്കുകളുണ്ട്. അതാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറുന്നതും പ്രേക്ഷകർ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള വിഷയമായി ഇത് മാറുന്നു. പാരൻറ്റിങ്ങിനെക്കുറിച്ച് എനിക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം കാളിദാസിൻ്റെയും മാളവികയുടെയും ചെറുപ്പകാലത്ത് താൻ അധികം അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. എനിക്കിപ്പോഴും സങ്കടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആലോചിച്ചാൽ സങ്കടം വരുന്ന ഒരു സംഭവമുണ്ട്. കാളിയാണ് അതിന് കാരണവും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണ് നനയിച്ചു. ഒരു ദിവസം ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് നേരത്തെ വീട്ടിലെത്തിയപ്പോൾ സ്കൂൾ വിട്ടെന്തോ വരികയായിരുന്നു. അപ്പോൾ തന്നെ അവൻ എൻ്റെ കൈ പിടിച്ച് അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് അവൻ പറഞ്ഞു, ഇതാണ് എൻ്റെ അപ്പ. എനിക്ക് അപ്പയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതാണ് എൻ്റെ അപ്പ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ വിശ്വാസമായോ? കണ്ടോ എൻ്റെ അച്ഛനെ? ഇങ്ങനെ കാളിദാസ് എൻ്റെ കൈ പിടിച്ച് അവരോടെല്ലാം ചോദിച്ചു. അവരെല്ലാവരും നിൻ്റെ അച്ഛൻ എവിടെയെന്ന് എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് കാളിദാസിനെ, ആ കുഞ്ഞി കാളിദാസിനെ വളരെയധികം വേദനിപ്പിച്ചിരുന്നു. 1ാം ക്ലാസ്സിലോ മറ്റോ ആയിരുന്നു അന്ന് കണ്ണൻ. എന്നാലും അവൻ്റെ ഹൃദയം അത് വേദനിച്ചു എന്ന് മനസ്സിലായപ്പോൾ മുതൽ ഞാൻ മനസ്സിലാക്കി, പാർവതി ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എൻ്റെ മക്കൾ എങ്ങനെ വളരുമായിരുന്നു എന്നത്. കാരണം അവർ വളരെ ചെറുതായിരുന്ന സമയത്ത് ഞാനിവിടെ സിനിമയിൽ തകർത്തഭിനയിക്കുന്ന കാലം തന്നെയാണ്. വർഷത്തിൽ 1 2 തവണ മാത്രമാണ് എനിക്ക് കുട്ടികളോടൊപ്പം വെക്കേഷനായി ആഘോഷിക്കാൻ പറ്റിയിരുന്നത്. അങ്ങനെ പോലും പറ്റാതിരുന്നൊരു സാഹചര്യമുള്ള വർഷങ്ങളുമുണ്ട്. എന്നാൽ അതെല്ലാം ഒരു പരാതി പോലും പറയാതെ അശ്വതി വളരെ നന്നായി നോക്കി. കണ്ണൻ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്കത് വളരെയധികം സങ്കടമായി മാറി. ഒരിക്കൽ പോലും അവൻ എന്നോട് പരാതി പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും അവരെന്നോട് അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നൊരു വിഷയമായും ഇത് മാറുകയും ചെയ്യുന്നുണ്ടെന്ന് പറയാം. ആരാധകരെല്ലാവരും ഇപ്പോൾ കാളിദാസിൻ്റെ ആ ഒരു മനോഭാവത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. തന്നോടൊപ്പം അധികം വരാത്തത് കൊണ്ട് തന്നെ കുട്ടികൾ ഞാൻ ജയറാമിൻ്റെ മകനാണെന്ന് പറയുമ്പോൾ കളിയാക്കുമായിരുന്നു, കള്ളമാണ് എന്ന് പറയുമായിരുന്നു. എന്നാൽ ഒരു ദിവസം അപ്പ വന്നപ്പോൾ തന്നെ ഞാൻ കൂട്ടുകാരെ കൊണ്ട് കാണിച്ചു. അപ്പോൾ എനിക്ക് സന്തോഷമായപ്പ. ഇതാണ് കാളിയുടെ വാക്ക്. എന്നാൽ പരാതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിഭവമോ ഒന്നും കാളിദാസ് അന്ന് പറഞ്ഞിരുന്നില്ല. എല്ലാം വളരെയധികം തന്നെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അദ്ദേഹം ശ്രമിച്ചതും. അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഒരിക്കൽ പോലും അച്ഛൻ സ്കൂളിൽ വരാത്തതിൻ്റെ പേരിലോ അച്ഛൻ കൂട്ടുകാരുടെ ഇടയിൽ വരാത്തതിൻ്റെ പേരിലോ ചക്കിയോ കണ്ണനോ തന്നോട് പരാതി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പാരൻറ്റിങ്ങിനെ കുറിച്ച് പറയാൻ ഞാൻ ആരുമല്ല. കണ്ണനും ചക്കിയും നന്നായി വളർന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പാർവതിയുടെ ഒരു കഴിവ് തന്നെയാണ്. അങ്ങനെ മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. ഇതാണ് ഇപ്പോൾ കാളിദാസിനെക്കുറിച്ചും ചക്കിയെക്കുറിച്ചുമെല്ലാം ജയറാം ഓർത്തെടുക്കുന്ന ഒരു മനോഹരമായ കാര്യം.